മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ അറ്റകുറ്റപ്പണികളിൽ നിർദ്ദേശങ്ങളുമായി സുപ്രീം കോടതി. മേൽനോട്ട സമിതി ശുപാർശ ചെയ്ത അറ്റകുറ്റപ്പണികൾ നടത്തണം എന്നാണ് നിർദ്ദേശം. കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിലാകണം അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത്. മരമുറി അടക്കമുള്ള പ്രവൃത്തികൾ നടത്തണമെന്നും സുപ്രീം കോടതി നിർദ്ദേശം നൽകി. അച്യുതനുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, എന്തൊക്കെ കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നു സുപ്രീം കോടതി ഇപ്പോൾ? അച്യുതനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. അച്യുതൻ, എന്തൊക്കെ നിർദ്ദേശങ്ങൾ ഇപ്പോൾ സുപ്രീം കോടതി നൽകുന്നു മുല്ലപ്പെരിയാർ കേസിൽ? മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട ഹർജി അതിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്ന നിരീക്ഷണം എന്നുള്ളത് കേരളമോ തമിഴ്നാടോ ക്രിയാത്മകമായ ഒരു നടപടിയും ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല എന്ന് സുപ്രീം കോടതി പറയുന്നു. ഈ മേൽനോട്ട സമിതിയുടെ മിനിറ്റ്സിന്റെ പകർപ്പ് അത് സോളിസിറ്റർ ജനറൽ സുപ്രീം കോടതിയിൽ ഹാജരാക്കുകയുണ്ടായി. അത് പരിശോധിക്കുമ്പോൾ യോഗം ചേർന്നിട്ടുണ്ട് എന്നത് ആ മിനിറ്റ്സിൽ നിന്ന് വ്യക്തമാണ്. പക്ഷേ അതിനുശേഷം തുടർ നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നതാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. അതിനുശേഷമാണ് ഈ അണക്കെട്ടുമായി ബന്ധപ്പെട്ട ഈ അറ്റകുറ്റപ്പണിയിൽ കുറച്ച് നിർദ്ദേശങ്ങൾ സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. മേൽനോട്ട സമിതി ശുപാർശ ചെയ്ത അറ്റകുറ്റപ്പണികൾ അത് നടത്താമെന്നാണ് സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിലാകണം അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത്. മരം മുറിയും ഗ്രൗണ്ടിങ്ങും അടക്കമുള്ള പ്രവൃത്തികൾ നടത്തണമെന്നുകൂടി സുപ്രീം കോടതി അറിയിച്ചിരിക്കുകയാണ്. ശരി, അച്യുതനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.